Good morning, student. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് മെത്തേഡ് ഓഫ് മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ് എന്നുള്ളതാണ്. ടോട്ടൽ സെക്യൂരിറ്റി ഇഷ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എട്ട് മെത്തേഡുകളാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അത് എട്ടും കൂടെ നമ്മൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് ലെങ്തി പോർഷനും സ്ലൈഡും ഒക്കെ ആയതിന് കാരണം ഞാനിപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 5 മെത്തേഡുകളാണ്. ബാക്കി ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയൊക്കെയാണ് സെക്യൂരിറ്റീസ് നമ്മൾ പബ്ലിക്കിൽ അല്ലെങ്കിൽ ക്യാപിറ്റൽ മൊബിലൈസിന് വേണ്ടിയിട്ട് ഇഷ്യൂ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വരുന്നത് ത്രൂ പ്രോസ്പെക്ടസ്. ജസ്റ്റ് പോയിൻ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നുള്ളൂ, അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്തിട്ട് വേണം എക്സാം സമയത്ത് അറ്റൻഡ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ത്രൂ പ്രോസ്പെക്ടസ് എന്ന്. ഇവിടെ നമ്മൾ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് അറ്റ് എ സ്റ്റേറ്റഡ് പ്രൈസ് ആർ ഓഫേർഡ് ടു ദ പബ്ലിക് ബൈ ഇഷ്യൂയിങ് കമ്പനി ത്രൂ എ ഡോക്യുമെൻറ്റ് കോൾഡ് പ്രോസ്പെക്ടസ്. അവർക്ക് ഒരു ഡോക്യുമെൻറ്റ് ജനറൽ പബ്ലിക്കിലേക്ക് നമ്മൾ ഒരു ഡോക്യുമെൻറ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് അവരിൽ നിന്നും ഒരു ഫിക്സഡ് നമ്പർ ഓഫ് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പ്രൈസ് സ്റ്റേറ്റഡ് പ്രൈസിലുള്ള ഷെയർസുകൾ ഇഷ്യൂ ചെയ്തുകൊണ്ട് ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും ഫണ്ട് റേസ് ചെയ്യുക. ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് ത്രൂ പ്രോസ്പെക്ടസ്. ഇവിടെ നമ്മളൊരു ഡോക്യുമെൻറ്റ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഡോക്യുമെൻറ്റിന് നമ്മൾ പറയുന്ന പേരാണ് പ്രോസ്പെക്ടസ്. ഇവിടെ ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് അറ്റ് സ്റ്റേറ്റഡ് പ്രൈസ് ആയിരിക്കും. ദിസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ടു ദ പബ്ലിക്, അതായത് ജനറൽ പബ്ലിക്കിന് പുതിയ കമ്പനിയെക്കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഈ പ്രോസ്പെക്ടസ് യൂസ് ചെയ്യുന്നത്. ഇതൊന്നുകിൽ ഒരു നോട്ടീസായിട്ടോ അല്ലെങ്കിൽ സർക്കുലറായിട്ടോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻ്റ് ആയിട്ടോ നമ്മൾ ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഷ്യൂ ടു ഇൻഫോം അബൌട്ട് ന്യൂ കമ്പനി ഓർ ടു ഇൻഡ്യൂസ് ദ ഇൻവെസ്റ്റേഴ്സ്. രണ്ട് പർപ്പസാണ് നമുക്കിത് ഇഷ്യൂ ചെയ്യുമ്പോൾ. ഒന്ന്, കമ്പനിയെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ ജനറൽ പബ്ലിക്കിന് കൊടുക്കുക, അതേപോലെ തന്നെ ഇൻവെസ്റ്റേഴ്സിന് കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുക, ഒന്നുകൂടെ ഇൻഡ്യൂസ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. ദെൻ എവറി അപ്ലിക്കേഷൻ അക്കമ്പനീഡ് ബൈ എ പ്രോസ്പെക്ടസ്. ഏതൊരു കമ്പനിയുടെയും അപ്ലിക്കേഷൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഏതും കൂടെ കമ്പനി ചെയ്തിട്ടുണ്ടായിരിക്കണം പ്രോസ്പെക്ടസ്. ഇനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മൾ സെബിയുടെ ഗൈഡ് ലൈൻ നോക്കാം. സെബിയുടെ ഗൈഡ് ലൈനായിട്ട് പറയുന്നത് കളർ ഓഫ് ദ ഫ്രണ്ട് പേജ്, അതായത് നമ്മൾ പ്രോസ്പെക്ടസിൻ്റെ ഫ്രണ്ട് പേജ് വൈറ്റ് കളർ ആയിരിക്കണം. അതേപോലെ അവിടെ പിക്ചേഴ്സോ അല്ലെങ്കിൽ പാറ്റേണോ ഇതൊന്നും അലോട്ട് ചെയ്യുന്നില്ല. പിന്നെ നമുക്ക് ഇനി പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുമ്പോൾ നോക്കുന്ന കാര്യം, ഇത് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്, അതായത് ഇത് പ്രിപ്പയർ ചെയ്യുന്നത് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കമ്പനിയുടെ ലീഡ് മാനേജറായിരിക്കും. ആൻഡ് അക്നോളജ്ഡ് ബൈ ദി സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ ബാങ്ക് എക്സ്ട്രാ, അതായത് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ബാങ്ക്, ഇവരുടെയൊക്കെ അഡ്വൈസൊക്കെ ഒന്ന് നോക്കിയിട്ട് നമ്മുടെ ലീഡ് മാനേജറാണ് പ്രോസ്പെക്ടസ് എന്ത് ചെയ്യുന്നത്, ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഡ്രാഫ്റ്റ് ചെയ്തതിൻ്റെ ഒരു കോപ്പി നമ്മൾ എവിടെ ഫയൽ ചെയ്യണം, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയിൽ സബ്മിറ്റ് ചെയ്യണം. ഇപ്പോൾ മസ്റ്റ് ബി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത്. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് പോയിന്റിൽ ത്രൂ പ്രോസ്പെക്ടസിൽ നോക്കാനുള്ളത്. ദിസ് ഈസ് ആൻ ഇൻവിറ്റേഷൻ ആണെന്ന് മനസ്സിലാക്കുക. അതൊരു പബ്ലിക്കിന് ജനറൽ അവെയർനെസ് അല്ലെങ്കിൽ ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ഡോക്യുമെൻ്റ് ആണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് രണ്ടാമത് നോക്കാം, ഓഫർ ഓഫ് സെയിൽസ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ദ സെക്യൂരിറ്റീസ് ആർ ഇഷ്യൂഡ് ആൻഡ് ബ്ലോക്ക് ടു ആൻ ഇഷ്യൂ ഹൗസ് ഓർ ഇൻ്റർമീഡിയറീസ് ലൈക്ക് ത്രൂ ബ്രോക്കേഴ്സ്. ഇവിടെ നമ്മൾ ഒരു ലെറ്റർ ഓഫ് ഓഫർ നമ്മൾ ആർക്ക് കൊടുക്കുകയാണ്, ബ്രോക്കേഴ്സ് അല്ലെങ്കിൽ ഇൻ്റർമീഡിയറി, അതല്ലെങ്കിൽ ഇഷ്യൂ ഹൗസിനാണ് സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു റൈറ്റ് കമ്പനി കൊടുക്കുകയാണ്. അതായത് ജനറൽ പബ്ലിക്കിൻ്റെ കയ്യിലേക്ക് ഡയറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഓഫർ ലെറ്റേഴ്സ് പാസ് ചെയ്യാതെ ത്രൂ ഇൻ്റർമീഡിയറീസ് വഴിയാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ പബ്ലിക്കിൻ്റെ ഇടയിൽ നിന്നും നമ്മൾ ഫണ്ട് റൈസ് ചെയ്യുന്നത്. ഇതൊരു നെഗോഷിയേറ്റഡ് പ്രൈസ് ആയിരിക്കും. ഇവിടെ അഡ്വർടൈസ്മെൻറ്റ് മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഈ ബ്രോക്കേഴ്സോ അതല്ലെങ്കിൽ ഇൻ്റർമീഡിയറീസോ ആയിരിക്കും. ഇവിടെ ഇവരുടെ നമ്മൾ പറഞ്ഞു ആദ്യം കമ്പനി എന്ത് ചെയ്യുന്നു, ഇവിടുത്തെ ഇൻ്റർമീഡിയറീസുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുകയാണ് ചെയ്യുന്നത്. ആ കോൺട്രാക്റ്റിൻ്റെ ബേസ് അനുസരിച്ചിട്ടാണ് ആ ഇൻ്റർമീഡിയറീസ് അതല്ലെങ്കിൽ ബ്രോക്കേഴ്സ് വർക്ക് ചെയ്യുന്നത്. അവരതിന് ശേഷം അപ്പോൾ അവർ ആ എഗ്രിമെൻറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ടാകും, ഒരു നെഗോഷിയേറ്റഡ് പ്രൈസ് കോട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ സാധാരണയായിട്ട് നമുക്കറിയാം ഇടയിൽ മിഡിൽമാൻ വരുമ്പോൾ ഈ രീതിയിൽ അവർ സെക്യൂരിറ്റി സെയിൽ ചെയ്യുമ്പോൾ മേ ബി നമ്മൾ ആദ്യം നോക്കിയ മെത്തേഡിനെ അപേക്ഷിച്ചിട്ട് ഇവിടെ ഇങ്ങനെ എന്തായിരിക്കും, കോട്ട് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് കുറച്ചൊരു ഹയർ പ്രൈസ് ആയിരിക്കും. ഈ ഒരു കമ്പനി അതായത് ബ്രോക്കേഴ്സ് കമ്പനിയുടെ കയ്യിൽ നിന്നും പർച്ചേസ് വാങ്ങിയിട്ട് ജനറൽ പബ്ലിക്കിലേക്ക് വിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പർച്ചേസിങ്ങിനും ഈ സെല്ലിങ്ങിനും ഇടയിൽ വരുന്ന
പ്രൈസ്, അതാണ് നമ്മുടെ ബ്രോക്കേഴ്സിനുള്ള പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. അതിന് പറയുന്ന പേരാണ് ടേൺ ഓർ സ്പ്രെഡ്. ആ ഒരു ഡിഫറൻസ് ഇൻ ദ പ്രൈസ്, ആ വേരിയേഷന് പറയുന്ന പേരാണ് ടേൺ ഓർ സ്പ്രെഡ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ ഇവിടെ നമ്മൾ ഇൻ്റർമീഡിയറീസ് ആണ് ഇവിടെ ഓഫർ ചെയ്യുന്നത് പറഞ്ഞതോ. ഈ ഇൻ്റർമീഡിയറീസ് ഓഫർ ടു ദ പബ്ലിക് ഫോർ സെയിൽ വിത്തിൻ 6 months, അതായത് അലോട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഓഫർ ഡേറ്റിൻ്റെ വിത്തിൻ 6 months എന്ത് ചെയ്യണം, ഈ ഇൻ്റർമീഡിയറീസ് ഇത് ജനറൽ പബ്ലിക്കിലേക്ക് ഓഫർ ചെയ്യണം. മനസ്സിലാക്കുക, ദിസ് ഈസ് നോട്ട് എ ഡയറക്ട്ലി ഓഫർ ടു ദ പബ്ലിക്. ഡയറക്റ്റ് ഓഫർ അല്ല. ഇവിടെ ഇങ്ങനെ സെയിൽ ഓഫ് സെയിൽ ഇടയിൽ നമുക്ക് ആരെ കാണാം, ഇൻ്റർമീഡിയറീസ് അല്ലെങ്കിൽ ബ്രോക്കേഴ്സിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ 2 കേസിലാണ് മെയിനായിട്ട് നമ്മൾ ഓഫർ ഓഫ് സെയിൽ നമുക്ക് ത്രൂ സെക്യൂരിറ്റി ഇഷ്യൂവിൽ കാണുന്നത്. ഫസ്റ്റ് വൺ വരുന്നത് ഫോറിൻ കൊളാബറേറ്റ്സ് ആർ യൂസ്ഡ് ടു സെൽ ദെയർ സെക്യൂരിറ്റീസ് ടു ദ ഇന്ത്യൻ പബ്ലിക്. അതായത് ഫോറിൻ കൊളാബറേഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യയിലെ ജനറൽ പബ്ലിക്കിനിടയിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യാൻ വരുന്ന സമയത്ത് അവർ ജനറൽ പബ്ലിക്കിനെ അപ്രോച്ച് ചെയ്യുന്നത് ഇത്തരത്തിലുള്ള ഇൻ്റർമീഡിയറീസ് വഴിയായിരിക്കും. അതായത് ഡയറക്റ്റ് ആയിട്ട് അവർ പബ്ലിക്കിലേക്ക് കോൺടാക്ട് ചെയ്യാൻ വരുന്ന സമയത്ത് അവർക്ക് അഡ്വർടൈസ്മെൻറ്റും മറ്റും ഒരുപാട് എന്ത് വേണം, എക്സ്പെൻസസ് മീറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അവർക്ക് ജനങ്ങളുടെ പൾസും മറ്റും കൂടുതലായിട്ട് അറിയാൻ കഴിയില്ല, വേറൊരു രാജ്യത്തെ ആയത് കാരണം. അപ്പോൾ അവർ ആരിനെ ഡിപ്പെൻഡ് ചെയ്യും, ഇൻ്റർമീഡിയറീസിനെ ഡിപ്പെൻഡ് ചെയ്യും. സെക്കൻഡ് കേസ് വരുന്നത് OTC, അതായത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ദ സ്പോൺസർ ഉണ്ടായിരിക്കും എക്സ്ചേഞ്ചുകളുടെ, അവർ ഓരോ ലോട്ട് ആയിട്ട് സെക്യൂരിറ്റീസ് വാങ്ങിക്കും. എന്നിട്ട് അത് ബിഡ്, അതായത് അല്ലെങ്കിൽ ഓഫറായിട്ടോ അതല്ലെങ്കിൽ ഒരു ലേലം എന്നുള്ള രീതിയിലൊക്കെ ജനറൽ പബ്ലിക്കിലേക്ക് സെയിൽസ് നടത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കുക, ഇവിടെ ഇങ്ങനെ ലെസ് കോസ്റ്റ്ലി ആണ്. അതായത് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അഡ്വർടൈസ്മെൻറ്റ് ഇതിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് അവർ എക്കണോമിക് സ്റ്റഡി അഡ്വൈസൊക്കെ സ്വീകരിക്കണം, സ്റ്റഡീസ് നടത്തണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊന്നും ഇവിടെ ആവശ്യമായിട്ട് വരുന്നില്ല. ഇതാണ് ഓഫർ ഓഫ് സെയിൽ. സെക്കൻഡ് വൺ വരുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻ്റ് ആണ്. ഫസ്റ്റ് നമ്മൾ പറഞ്ഞ അതേ തന്നെയാണ്, കുറച്ചും കൂടെ ഒന്ന് പോയിൻ്റ് ആഡ് ചെയ്താൽ മതി. ഇവിടെ ഷെയർസ് ആർ സോൾഡ് ടു ദെയർ ഓൺ ക്ലയൻറ്റ് ഓർ ഗിവൺ ടു ദ കിത്ത് ആൻഡ് കിൻ. അതായത് നമ്മൾ നമ്മുടെ റിലേറ്റീവ്സിലേക്ക് തന്നെ നമ്മൾ ഷെയർസ് ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇവിടെ പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് ഡൺ ബൈ സെല്ലിംഗ് സെക്യൂരിറ്റീസ് പ്രൈവറ്റ്ലി ടു ദ friends, relatives or financial institution with or without the help of the intermediary. വേണമെങ്കിൽ നമുക്ക് ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പ് സ്വീകരിക്കാം. അതല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ ഷെയർസ് വിൽപ്പന നടത്തി അതിലൂടെ ഫണ്ട് റേസ് ചെയ്യുന്ന മെത്തേഡാണ് ഇത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. ഇവിടെ പ്രൊസ്പെക്ടസ് എന്ന് പറയുന്നത് കമ്പൾസറി അല്ല. അഡീഷണൽ ക്യാപിറ്റലൊക്കെ മൊബിലൈസ് ചെയ്യുന്ന സമയത്താണ് കൂടുതലായിട്ട് നമ്മൾ ഈ മെത്തേഡ് ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. ഇവിടെ ജസ്റ്റ് എന്ത് മതി, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എഗ്രിമെൻറ്റ് ആവശ്യമായിട്ട് വരുന്നുള്ളൂ. പക്ഷേ ഇവിടെ ആലോചിക്കുക, ഓൺലി എ ലിമിറ്റഡ്, അതായത് വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ് നമുക്ക് ഈ വഴി നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ആലോചിക്കുക, ഇവിടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിന് മാത്രമാണ് നമ്മൾ ക്യാപിറ്റൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആശ്രയിക്കുന്നത്. അപ്പോൾ അവരിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, ലിമിറ്റഡ് ആയിരിക്കും. പിന്നെ കമ്പനിയുടെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഫേസ് ചെയ്യുന്ന മാർക്കറ്റ് ഒരു ഡിപ്രസ്ഡ് മാർക്കറ്റാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് അഡീഷണൽ ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരികയുമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ബെസ്റ്റ് ആൻഡ് ചീപ്പസ്റ്റ് മെത്തേഡായിരിക്കും. പിന്നെ മറ്റൊരു പോയിന്റ് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ നോട്ട് ഡിസ്ട്രാക്റ്റഡ്, അതായത് നമുക്ക് വൈഡ് ജിയോഗ്രഫിക്കൽ ഏരിയ ഒന്നും കവർ ചെയ്തുകൊണ്ട് ഫണ്ട് മൊബിലൈസേഷൻ ഇവിടെ ഇങ്ങനെ ചെയ്യാൻ കഴിയില്ല. പിന്നെ മറ്റൊന്ന്, നമ്മുടെ ഇന്ത്യയിൽ ഇത് ഒരുപാട് പോപ്പുലർ ആയിട്ടില്ല. ഇത്രയാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് പറയാനുള്ളത്. ഇവിടെ പ്രോസ്പെക്ടസ് അത്ര കമ്പൾസറി അല്ല, ജസ്റ്റ് ആൻ എഗ്രിമെൻറ്റ് മതി. ഷെയർസ് അതല്ലെങ്കിൽ പിന്നെ സെക്യൂരിറ്റീസൊക്കെ നമ്മളിവിടെ ഇങ്ങനെ ഇഷ്യൂ ചെയ്യുന്നത് ആർക്കായിരിക്കും, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഓർ ത്രൂ ഒന്നുകിൽ ഇൻ്റർമീഡിയറീസിൻ്റെ ഹെൽപ്പോടെ ആവാം അല്ലെങ്കിൽ വിത്തൗട്ട് ദ ഇൻ്റർമീഡിയറീസ് ഇൻട്രാക്ഷൻ. ഓക്കെ, ഇതാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ വരുന്നത് ബ്രോട്ട് ഔട്ട് ഡീൽ, BOD എന്ന് നമുക്ക് ഷോർട്ടായിട്ട് പറയാം. ഇറ്റ് ഈസ് എ മോർ ഓർ ലെസ് സിമിലർ മെത്തേഡ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ത്രൂ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് നമ്മളിതിന് മുമ്പ് ഡിസ്കസ് ചെയ്ത മെത്തേഡുമായിട്ട് ഏകദേശം പോയിൻ്റൊക്കെ സെയിം ആയിട്ട് നമുക്ക് പോകാവുന്ന ഒരു മെത്തേഡ് തന്നെയാണ് ഇത് BOD എന്ന് പറയുന്നത്. ദിസ് ഈസ് എ പ്രോസസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ ആരെങ്കിലും ജനറൽ പബ്ലിക് ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഷെയർസ് വാങ്ങാനുള്ള ബെസ്റ്റ് മെത്തേഡാണ് ഇത്
ബ്രോട്ട് ഔട്ട് ഡീൽ എന്ന് പറയുന്നത്. ഇവിടെ ഒരു സ്പോൺസർ അല്ലെങ്കിൽ സിൻഡിക്കേറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് മേക്ക് ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി കമ്പനി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കമ്പനിക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ഒരു സ്പോൺസർ ഉണ്ടായിരിക്കും. ആ സ്പോൺസർ ഇൻവെസ്റ്റേഴ്സിനെ കണ്ടെത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത് കമ്പനിക്ക് വേണ്ടിയിട്ട്. ഇവിടെ നെഗോഷിയേറ്റഡ് പ്രൈസ് ആയിരിക്കും. നേരത്തെ നമ്മൾ പറഞ്ഞു എഗ്രിമെൻ്റ് ഇടയിലുള്ളത്, കാരണം ആൾറെഡി അവർ സിൻഡിക്കേറ്റും സ്പോൺസറുമായിട്ട് ഒരു നെഗോഷിയേറ്റഡ് പ്രൈസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. ദ കമ്പനി ഇഷ്യൂ ഹോൾ ലോട്ട് ടു ദ സ്പോൺസർ ഓർ സിൻഡിക്കേറ്റ്. അതായത് കമ്പനി ആദ്യം എന്ത് ചെയ്യും, അവരുടെ ഹോൾ മുഴുവൻ ഈ സിൻഡിക്കേറ്റിന് അതല്ലെങ്കിൽ ഈ ഒരു സ്പോൺസർക്ക് കമ്പനി ആദ്യം അവരുടെ മൊത്തം ഷെയറുകൾ വിൽക്കുകയാണ് ചെയ്യുന്നത്. സ്പോൺസർ അതിന് ശേഷം പ്ലസ് അവരുടേതായ ഒരു എമൗണ്ട് ആഡ് ചെയ്തിട്ട്, അപ്പോൾ പ്രീമിയം എന്ന് പറയാൻ നമുക്ക്, ആ പ്രീമിയത്തിന് ജനറൽ പബ്ലിക്കിലേക്ക് നെക്സ്റ്റ് അത് ഇഷ്യൂ ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ നോക്കേണ്ടത് സെബി ഗൈഡ് ലൈൻ ഡു നോട്ട് പെർമിറ്റ് ലിസ്റ്റഡ് കമ്പനി ടു ഗോ ഫോർ ബ്രോട്ട് ഔട്ട് ഡീൽ. അതായത് സെബി ലിസ്റ്റഡ് കമ്പനിക്ക് ഇങ്ങനെ, അതായത് ഒരു ബ്രോട്ട് ഔട്ട് ഡീൽസ് വഴി ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യുന്നതിനുള്ള പെർമിഷൻ സെബി അലോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ നമുക്ക് ഈ രീതിയിലൂടെ സെക്യൂരിറ്റീസ് സെയിൽ ചെയ്തിട്ട് ക്യാപിറ്റൽ മൊബിലൈസ് ചെയ്യാവുന്നതാണ്. അവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതായിരിക്കും, ഓവർ ദി കൗണ്ടർ എക്സ്ചേഞ്ച്. അതായത് ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് വഴി നമുക്ക് ഇതുപോലെ ഫണ്ട് റേസ് ചെയ്യാം. പക്ഷേ സെബി ഇതിനെന്ത് ചെയ്യുന്നില്ല, പെർമിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നില്ല. ദിസ് ഈസ് എ ഫണ്ട് ബേസ്ഡ് സർവീസ് ഓഫ് ദ മെർച്ചൻറ്റ് ബാങ്കർ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതിനെ പെട്ടെന്ന് മൈൻഡിലേക്ക് എത്താൻ വേണ്ടിയിട്ട് മെർച്ചൻറ്റ് ബാങ്കേഴ്സിൻ്റെ ഡീലിങ്സ് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ജനറൽ പബ്ലിക്കിൽ നിന്നും ഡയറക്റ്റ് ആയിട്ടല്ല, ഇടയിൽ അവിടെ ഇങ്ങനെ എന്തുണ്ടായിരിക്കും, സ്പോൺസർ ഉണ്ടായിരിക്കും. ആ സ്പോൺസർ ഉള്ളത് കാരണം അവിടെ ഇങ്ങനെ എമൗണ്ട് എങ്ങനെയായിരിക്കും പബ്ലിക്കിലേക്ക് എത്തുന്നത്, പ്രീമിയം എമൗണ്ടിനായിരിക്കും. ഒരു നെഗോഷിയേറ്റഡ് പ്രൈസ് കമ്പനിയും ഈ സ്പോൺസേഴ്സും തമ്മിലുള്ള ഡീലിങ്ങിൽ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. കമ്പനി അവരുടെ ഹോൾ മുഴുവൻ ഷെയർസും ഫസ്റ്റ് എന്ത് ചെയ്യുന്നു, ഈ സ്പോൺസേഴ്സിന് സെയിൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നമുക്ക് ഇനി അഞ്ചാമത്തെ പോയിന്റ് നോക്കാം. റൈറ്റ് ഇഷ്യൂ ആണ്. ഇവിടെ നമ്മൾ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് ഫസ്റ്റ് ഓഫർ ചെയ്യുകയാണ് ഷെയർസ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്, അതായത് കമ്പനി അഡീഷണൽ ഫണ്ട് കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ജനറൽ പബ്ലിക്കിലേക്ക് ഓഫർ ലെറ്റർ കൊടുക്കുന്നതിന് മുന്നേ കമ്പനി എന്ത് ചെയ്യും, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ആവശ്യമുണ്ടോ എന്ന് അന്വേഷിക്കുക. അവരത് വില്ലിങ് ആണ് എന്നുണ്ടെങ്കിൽ അവരിലേക്ക് തന്നെ അത് സെയിൽ നടത്തുക. അവർക്ക് വേണമെങ്കിൽ അത് എന്ത് ചെയ്യാം, വാങ്ങിക്കാം. അതല്ലെങ്കിൽ അവർക്കത് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ പ്രപ്പോർഷൻ ഓഫ് ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിങ്, ആൾറെഡി അവർ എത്ര ഷെയർ ആണോ അവരുടെ കയ്യിലുള്ളത് അതിൻ്റെ ഒരു അനുപാതം നോക്കിയിട്ടായിരിക്കും കമ്പനി എന്ത് ചെയ്യുന്നത്, നിലവിലുള്ള ഷെയർ ഹോൾഡേഴ്സിന് ഈ ഒരു ഓഫർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമുക്ക് അഡീഷണൽ പ്രോസ്പെക്ടസ് ഒന്നും ആവശ്യമായിട്ട് വരില്ല. ജസ്റ്റ് ഒരു സർക്കുലർ, കാരണം ആൾറെഡി കമ്പനിയെ കുറിച്ചിട്ട് എല്ലാം അറിയുന്ന ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. അപ്പോൾ അവരിലേക്ക് ജസ്റ്റ് ഒരു സർക്കുലർ പ്രൊവൈഡ് ചെയ്യാണ് ചെയ്യുക. അവർ വില്ലിങ് ആണെങ്കിൽ ദേ ക്യാൻ പർച്ചേസ്. ഇവിടെ നമ്മൾ ഒരു ടൈം ലിമിറ്റ് ആദ്യം കമ്പനി കൊടുക്കും എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്. അറ്റ്ലീസ്റ്റ് ഒരു 1 മന്ത് അല്ലെങ്കിൽ ഒരു 2 മന്ത് ഇതിനിടയിൽ അവർ വില്ലിങ് ആണെങ്കിൽ അവർക്ക് തന്നെ എന്ത് ചെയ്യാം, കമ്പനിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാം. ഈ 2 മന്തിനുള്ളിലും അവരുടെ ആ ഒരു റൈറ്റ്, അതായത് എക്സിസ്റ്റിംഗ് ഷെയർസ് കമ്പനിയുടെ ഷെയർസ് വാങ്ങിക്കാനുള്ള ഒരു റൈറ്റ് അവർ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ദേ ക്യാൻ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ട്രാൻസ്ഫർ ദെയർ റൈറ്റ്. അപ്പോൾ കമ്പനിക്ക് ഈ ഷെയർസ് ജനറൽ പബ്ലിക്കിലേക്ക് ഇഷ്യൂ ചെയ്യാം. ഇവിടെ ഇങ്ങനെ മെയിനായിട്ട് കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അഡ്വാൻറ്റേജസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് പ്രൈസ് ഓഫ് ദ ഷെയർ ഹയർ ആയിരിക്കും. കാരണം ആൾറെഡി ഉള്ള ഷെയർ ഹോൾഡേഴ്സിന് കമ്പനിയെ കുറിച്ചിട്ട് ഏകദേശം ഒരു നല്ല പിന്നെന്തായിരിക്കും വ്യൂ ആണ് ഉണ്ടാവുക. ഗുഡ് വില്ലിനെ കുറിച്ചും അവർക്ക് കമ്പനിയെക്കുറിച്ച് നല്ലൊരു അഭിപ്രായമായിരിക്കും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി കമ്പനിയുടെ ഷെയർസ് പ്രൈസ് കൂടാൻ ഹെൽപ്ഫുള്ളാണ്. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു അഡ്വാൻറ്റേജസ് ഇവിടെ അഡീഷണൽ ആയിട്ട് എക്സ്പെൻസസ് വരുന്നില്ല എന്നുള്ളതാണ്. പിന്നെ നമുക്ക് ഇവിടെ ഇങ്ങനെ നോക്കാനുള്ളത് വാല്യൂ ഓഫ് റൈറ്റ് എന്നുള്ള ഒരു ടേമാണ്. ഇവിടെ ഷെയർസ് നമ്മൾ മാർക്കറ്റ് പ്രൈസിൽ ഹയർ ആവുന്നു. അങ്ങനെ വരുന്ന സമയത്ത് ദ മണി വാല്യൂ ഓഫ് സച്ച് ആൻ അഡ്വാൻറ്റേജസ്, അതായത് കമ്പനിയുടെ ഷെയർസിൻ്റെ വാല്യൂ മാർക്കറ്റിൽ കൂടുന്നു. ആ ഒരു വാല്യൂ കൂടുന്ന ആ ഒരു ബെനിഫിറ്റിന് പറയുന്ന പേരാണ്, ആ ഒരു അഡ്വാൻറ്റേജസിന് പറയുന്ന പേരാണ് വാല്യൂ ഓഫ് റൈറ്റ്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ റൈറ്റ് ഇഷ്യൂവുമായി ബന്ധപ്പെട്ടിട്ട് സെബിയുടെ ഗൈഡ് ലൈൻ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് സെബി ഗൈഡ് ലൈൻ റിഗാർഡിംഗ് ദ കോമ്പോസിറ്റ് ഇഷ്യൂ. പിന്നെ വരുന്നത് ഗൈഡ് ലൈൻ റിഗാർഡിംഗ് അപ്പോയിൻമെൻറ്റ് ഓഫ് ഒരു മെർച്ചൻറ്റ് ബ്രോക്കർ അപ്പോയിൻറ്റ് ചെയ്യണം. പിന്നെ മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് ചെയ്യാം. പിന്നെ പ്രൊഫഷണൽ അലോട്ട്മെൻറ്റ്, ദെൻ റിഗാർഡിംഗ് അണ്ടർ റൈറ്റിംഗ്. ദ നെക്സ്റ്റ് വൺ വരുന്നത് റൈറ്റ് ഓഫ് കൺവേർട്ടബിൾ ഡിബഞ്ചർ ഹോൾഡർ.
നെക്സ്റ്റ് വൺ വരുന്നത് നോ റിട്ടൻഷൻ ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ, പിന്നെ ലെറ്റർ ഓഫ് ഓഫർ ഉണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് വൺ വരുന്നത് ന്യൂസ് പേപ്പർ അഡ്വർടൈസ്മെൻറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗൈഡ് ലൈന് സെബി നൽകുന്നുണ്ട്. പിന്നെ വരുന്നത് സബ്മിഷൻ ഓഫ് ദി കംപ്ലൈൻറ്റ്സ് റിപ്പോർട്ട്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ നോക്കുന്നത് ഫുള്ളി പെയ്ഡ്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സിന് മാത്രമാണ് കമ്പനി എന്ത് ചെയ്യുന്നുള്ളൂ, അഡീഷണൽ ഷെയർസ് ഓഫർ ചെയ്യുന്നുള്ളൂ. റിസർവേഷൻ എന്ന് പറയുന്നത് നോട്ട് അലൗഡ് ആണ്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് ഓപ്പൺ ഫോർ മോർ ദാൻ 60 ഡേ, റൈറ്റ് ഇഷ്യൂ ഷുഡ് നോട്ട് ബി കെപ്റ്റ് ഓപ്പൺ ഫോർ മോർ ദാൻ 60 ഡേയ്സ്. അതായത് ഒരു 60 ദിവസത്തിൽ കൂടുതൽ, അത് നമ്മൾ നേരത്തെ 2 മന്ത് എന്ന് പറഞ്ഞില്ലേ, അതിൽ കൂടുതൽ ടൈം അവർക്ക് എന്ത് കൊടുക്കുന്നില്ല, ഈ ഒരു റൈറ്റ് യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇങ്ങനെ കമ്പനി ഇഷ്യൂ ചെയ്യുന്നതിന് മുന്നേ എന്ത് വേണം, പ്രയർ അപ്രൂവൽ ഓഫ് ദ രജിസ്ട്രാർ, കമ്പനി രജിസ്ട്രാറുടെ അപ്രൂവൽ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. പിന്നെ അണ്ടർ റൈറ്റിംഗ് ഓഫ് ദ റൈറ്റ് ഇഷ്യൂ, അണ്ടർ റൈറ്റിംഗ് എന്നുള്ളത് അവിടെ ഇങ്ങനെ ഓപ്ഷണലാണ്. പിന്നെ മറ്റൊന്ന് പോയിന്റ് ശ്രദ്ധിക്കേണ്ടത്, ഒരിക്കൽ കമ്പനി ഇങ്ങനെ റൈറ്റ് ഇഷ്യൂ ചെയ്യാമെന്ന് പറഞ്ഞ് അനൗൺസ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നീട് അത് എന്ത് ചെയ്യാൻ പറ്റില്ല, കമ്പനിക്ക് അത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. കമ്പനിക്ക് റൈറ്റ് ഇഷ്യൂ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഇത്രയാണ് വരുന്നത്. ഓക്കെ, താങ്ക് യു.